ബുദ്ധിക്ക് ഗുണപരം. വല്ലിയോ ഭയങ്കര തിരക്കാട്ടെ ഇവിടെ. ഷിന്നളിയെ തിരക്കെന്നൊക്കെ പറഞ്ഞ ഇതാ ഇപ്പഴും തിരക്ക് കേട്ടാ. ഭയങ്കര ജനം. ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു നീ തന്നെ. ചെറുതായിട്ട് കൊണ്ടുവന്നില്ലേ നീ? അരവണ ആരവണെന്ന് കൊണ്ടുവന്നില്ല അളിയ. ആ അത് കൊണ്ടുവരാ. ഞാൻ മലയ്ക്ക് പോയല്ലേ, ഞാൻ ഡ്യൂട്ടിക്ക് പോയല്ലേ. ഡ്യൂട്ടി നീ പോടാ അങ്ങോട്ട്. അളിയ ഞാൻ മലയ്ക്ക് പോയല്ലേ, ഞാൻ ഡ്യൂട്ടിക്ക് പോയല്ലേ. അവിടെ ആ മോളി ഞാൻ കയറിയില്ല. നീ കുറച്ചൊക്കെ ഉത്തരവാദിത്തം കാണണടേ. പമ്പ വരെ നിന്ന് നിനക്ക് മലയേറി അയ്യപ്പനെ കണ്ടായിരുന്നു കുഴപ്പം. അളിയ അസൈൻ ഡ്യൂട്ടി അസൈൻ ചെയ്തല്ലേ നിക്കാൻ പറ്റൂ. എവിടെ അല്ല അങ്ങ് പോകാൻ പറ്റും. ക്ലിമാസ് കളിയല്ല. ഓ നീ ഇങ്ങനെ ഉണ്ടായിരുന്നോ ഡ്യൂട്ടി ഒക്കെ അവിടുത്തെ? കൊള്ളായിരുന്നു, നല്ലായിരുന്നു. ഇച്ചിരി ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ടല്ലേടാ എന്നല്ലേ. ഓടെ ഇനി ഓടാൻ കിടക്കണേ ഉള്ളൂ. ബാടാ അകത്തോട്ട് കയറി. അവൻ പറഞ്ഞെങ്കിൽ വരട്ടെ, അമ്മ പറഞ്ഞ കേട്ടോ. വേണ്ട അപ്പച്ചി. അപ്പം ഓ നീ വാങ്ങിയായിരുന്നോ ഭഗവാനെ? ഇതല്ലേടാ ഞാൻ നിന്റെ അടുത്ത് ഇത്ര നേരം ചോദിച്ചോണ്ടിന്ന്. ഓ പിന്നെ അളിയല്ലേ ഞാൻ കുറച്ച് തരണമ്മ. ഒന്ന് പോടാ. ഇത് നീ കുളിച്ച് വൃത്തിയായിട്ടൊന്നും വരാതെ തരാൻ പറ്റുന്നൊന്നുമില്ല. ഭഗവാന്റെ പ്രസാദമാ. അപ്പച്ചി എനിക്കൊരു കട്ടൻ താ അപ്പച്ചി. തരാടാ. അമ്മ എനിക്ക് ഒരു കട്ടൻ വേണം. ആന്ധ്രളി അളി ഇവിടെ നിന്ന് കട്ടല്ലേ കുടിച്ചോണ്ടിരുന്നത്. ഞാൻ ഇപ്പൊ പോയിട്ട് വന്നിട്ട് എനിക്ക് മിസ്സടിക്കണം. എനിക്ക് വീട്ടിലെത്ത കട്ടൻ. നിനക്ക് മിസ്സടിക്കണമെങ്കിൽ എനിക്ക് കട്ടൻ കുടിച്ചുകൂടെ? എന്റെ പൊന്നു പിള്ളേരെ രണ്ടിനും തരാം. ഒന്ന് വേഗം കുളിച്ച് വൃത്തിയായിട്ട് വാ. ആ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വേഗം കുളിച്ചിട്ട് വാ. ഓക്കെ. അമ്മ എന്താണ് സീരിയസ് ആയിട്ട് പറയണ്ടെന്ന് പറഞ്ഞു? അളിയെ പോട്ടളിയാ അങ്ങോട്ട് ആദ്യം പോട്ട്. അത് കയറി പോ. നീ ഇത് പറഞ്ഞിട്ട് പോ. നിനക്കറിയാമോ എന്താണ് പറഞ്ഞത്? അളിയനോട് എനിക്കറിഞ്ഞൂടാ. നിനക്കറിയാമോ? എനിക്കറിയാം. എന്തോന്ന് എന്തുകൊണ്ട് കാര്യം? അപ്പച്ചി പറഞ്ഞിട്ട് പറയാം. ഞാൻ ആദ്യം പറഞ്ഞല്ലേ രണ്ടാമത് പറയുമ്പോ തെറ്റിപ്പോയാലോ. രണ്ടാമത് പറയുമ്പോ തെറ്റിപ്പോയാലോ? നീ എന്തോന്നൊക്കെ നീ എവിടെയാണ് കൊണ്ടുപോയി പിന്നെ ബാഗിൽ പിന്നെ അരവണയൊന്നും ഇല്ല. ഇല്ല അതല്ലേ മക്കളെ. അച്ഛമ്മ വല്ലോ നിങ്ങളുടെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല അച്ഛമ്മ ഞങ്ങളതൊന്നും പറഞ്ഞില്ല. പക്ഷെ നല്ല ദേഷ്യത്തിലായിരുന്നു. ചിറ്റപ്പെടുന്നല്ലോ പറഞ്ഞ അടുത്തൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്തോ പറയാനുള്ളത് പോലെ എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചടാ. ബാഹുബലി സിനിമയ്ക്കകത്ത് അനുഷ്ക നോക്കത്തില്ലേ? ചിറ്റവും പേടിച്ചു പോയല്ലേ? ചിറ്റവും പേടിച്ചല്ലേ? പേടിച്ചെന്ന് വെച്ചാ ചെറുതായിട്ട് പേടിക്കത്തില്ലേ? കുഞ്ഞളിയാ പുലിയാ? പുലിയെ കണ്ടില്ല. പുലി അങ്ങനെ സിംഹമുള്ളത് വരുമോ? ആ സിംഹത്തിനെ കണ്ടാ? എടാ ഞാൻ തന്നെ ഒരു ഗർജിക്കുന്ന സിംഹം അല്ലേടാ. എന്താ ഇടിക്കോ? നീ എന്താ ചിങ്കം ഒന്നല്ല ചിങ്കം. ഭൂതം ചിങ്കം വന്നേക്കുന്നു. എന്റെ വ്യക്തിത്വം ചോദിച്ചോണ്ട് കണ്ണെടുക്കും. എന്താ വ്യക്തിത്വം ഇയാൾക്ക്? ഇയാൾക്ക് എന്താ വ്യക്തിത്വം ഇരിക്കുന്നു? കൊച്ചിന്റെ മുമ്പിൽ ചടി എനിക്ക് എല്ലാരോടും ഒരു കാര്യം പറയാനുണ്ട്. അതെ സുമേ, നീ ഇപ്രാവശ്യം മലയ്ക്ക് പോണം. ഞാനെന്തിനാ വെച്ച് മലയ്ക്ക് പോകുന്നത്? സാധാരണ എന്തിനാ എല്ലാരും മലയ്ക്ക് പോകുന്നേ? അതിന് തന്നെ. നല്ല കാര്യമാ. നിനക്കൊരു കൂച്ചുവലങ്ങ് അത്യാവശ്യം. അവന്റെ കൂടെ നീയും പോണം. അളിയനൊരു കൂച്ചുവലങ്ങിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഇത് ഞാൻ എന്തിനു പോണ്? എടാ ഇത്തവണ കണ്ണനെ കൊണ്ട് മല ചവിട്ടിക്കാവുന്ന എനിക്കൊരു നേർച്ചയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവനെ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാമനാണ് കൊണ്ടുപോകാൻ പറ്റി. ഈ വയസ്സാകുമ്പോ ദുർബുദ്ധി കൂടി വരുമെന്നാണ് പറയണത്. നീ വലിയ ഡയലോഗ് ഒന്നും അടിക്കല്ലേ. മാമന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മ എനിക്ക് അന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിന്റെ മീറ്റിംഗ് ഒക്കെ മാറ്റി വെക്കുന്ന കാര്യം ഞാൻ നിന്റെ ഡോക്ടറിനോട് വിളിച്ച് പറഞ്ഞോളാം. അയ്യോ അങ്ങനെ ശരിയാവില്ലമ്മ. അത് എന്താ ശരിയാത്തേ? ഞാനും പോകത്തില്ല. ഞാൻ പോവില്ല. അമ്മ ഇവൻ കൊണ്ടുപോയിക്കോളൂ അമ്മ പിള്ളേരെ. അതാണ് നല്ലത്. അയ്യോ ഞങ്ങൾക്ക് ചിലപ്പോഴൂടെ പോകാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞു പറഞ്ഞ അങ്ങോട്ട്. ഇനി ഇവിടെ ഇതിനെപ്പറ്റി ഒരു ചർച്ചയില്ല. നാളെ തന്നെ എല്ലാരും വ്രതം എടുത്ത് തുടങ്ങിക്കണം. ഇയാളാണ് അമ്മ ഇളക്കി ഇട്ടത്. ഇവിടെ ഞാനൊന്നുമല്ല. ഇയാൾ തന്നെ. ഇവിടെ ഞാനല്ലെന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന്. ഞാനല്ല. നീ നേരത്തെ പറഞ്ഞത് അമ്മ പറയാൻ പോണ കാര്യം നിനക്ക് അറിയാന്ന്. അയ്യോ അത് ഞാൻ ചുമ്മാ തള്ളിയാളി. തള്ളിയാന്നോ? ഞാൻ പോകത്തില്ല കേട്ടോ. അപ്പച്ചി വീട്ടിൽ ഞാൻ പോകത്തില്ല. പോണം. ഉച്ചയ്ക്ക് കൂടെ പറയാം.